നമുക്കിന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്ന് പോയി കണ്ടാലോ? നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സാൻ മെറ്റോ ബ്രിഡ്ജിലൂടെയാണ്. കാലിഫോർണിയയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ് സാൻ മെറ്റോ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഹേവാർഡ് ഈസ്റ്റ് ബേയും സാൻ ഫ്രാൻസിസ്കോയുടെ ഫോസ്റ്റർ സിറ്റിയുമാണ്. സ്റ്റേറ്റ് റൂട്ട് 92 എന്ന റോഡാണ് സാൻ മെറ്റോ ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്നത്. ഈ പാലം 6 വരി പാതയാണ്. 3 ലൈൻ വീതമാണ് 2 സൈഡിലും. സാൻ ഫ്രാൻസിസ്കോ ബേയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. ഈ പാലത്തിൻ്റെ മൊത്തം നീളം 11.3 കിലോമീറ്ററാണ്. 1961 ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1967 പാലം പണി പൂർത്തിയാവുകയും പബ്ലിക്കിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇത് ടോൾ കൊടുത്ത് സഞ്ചരിക്കേണ്ട ബ്രിഡ്ജാണ്. $7 കാറ് പോലുള്ള ചെറിയ വാഹനങ്ങൾക്ക്. നമ്മുടെ മുന്നിൽ ആ കാണുന്ന പ്രദേശമാണ് ഫോസ്റ്റർ സിറ്റി. വളരെയേറെ വലിയ കമ്പനികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളൊരു സ്ഥലമാണിത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം വലിയ കമ്പനികളുടെ ഓഫീസുകളാണ്. ഇവിടെ ധാരാളം ലോക്കൽ ഇൻഡസ്ട്രികളുണ്ട്. ഈ പ്രദേശം സിലിക്കൺ വാലിയുടെ ഒരു ഭാഗമായി കണക്കാക്കുന്നു. 1960 ഫോസ്റ്റർ സിറ്റി സ്ഥാപിതമായത്. നമ്മുടെ വലസൈഡിൽ കാണുന്നതാണ് സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കണ്ടോ? അമേരിക്കയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണിത്. 1927 ഈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. നെടുമ്പാശ്ശേരിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഡൽഹി വഴി, അല്ലെങ്കിൽ ബാംഗ്ലൂർ വഴി, അല്ലെങ്കിൽ ദുബായ്, ഖത്തർ, അല്ലെങ്കിൽ സിംഗപ്പൂർ, അങ്ങനെ നമുക്ക് കേരളത്തിലെത്താം. 4 റൺവേകളാണ് ഈ എയർപോർട്ടിനുള്ളത്. എന്തോരം ഫ്ലൈ ഓവറുകളാണെന്ന് നോക്കി ഈ എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സാൻ ബ്രൂണോ അവന്യൂ എന്ന് ബോർഡ് കണ്ടോ? നമുക്കിറങ്ങേണ്ടത് സാൻ ബ്രൂണോ അവന്യൂവിലാണ്.
യൂട്യൂബ് സാൻ ബ്രൂണോ അവന്യൂവിലാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് സാൻ ബ്രൂണോയിലൂടെയാണ്. നമ്മൾ വലത് സൈഡിൽ കാണുന്ന കെട്ടിടമുണ്ടല്ലോ, ഇത് യൂട്യൂബിൻ്റെ ഒരു ഓഫീസാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ കെട്ടിടമാണ് എല്ലാവരുടെയും സ്വപ്നമായ യൂട്യൂബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 2005 പേപ്പാൾ കമ്പനി ജീവനക്കാരായിരുന്ന 3 പേർ ചേർന്നാണ് യൂട്യൂബ് തുടങ്ങിയത്. 2006 ഗൂഗിൾ യൂട്യൂബ് വാങ്ങിച്ചു. അതിനുശേഷം യൂട്യൂബ് ഗൂഗിളുടെ ഉപസ്ഥാപനങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്നു. യൂട്യൂബാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ 2ാമത്തെ വെബ്സൈറ്റ്. ഇവിടെ നമുക്കൊന്ന് യു-ടേൺ അടിക്കണം, എങ്കിലേ യൂട്യൂബിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റൂ. ഇതാണ് യൂട്യൂബിൻ്റെ മെയിൻ ഓഫീസിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ യൂട്യൂബിൻ്റെ സൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ വരികയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ഓരോ യൂട്യൂബേഴ്സിൻ്റെ സ്വപ്നമായിരിക്കാം ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് വന്ന് കാണുക എന്നുള്ളത്. ഞാനിനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് യൂട്യൂബ് സൈൻ്റെ അടുത്തേക്ക് വരാം. മില്യൺ കണക്കിന് യൂട്യൂബേഴ്സിന് പ്രതീക്ഷയും ജീവിതവും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആർക്കും യൂട്യൂബിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് സെക്യൂരിറ്റിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്ത് ഡൗട്ട് ചോദിച്ചാലും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരതിനെല്ലാം മറുപടി പറഞ്ഞുതരും. നമ്മളങ്ങനെ യൂട്യൂബ് സൈൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് യൂട്യൂബ് സൈൻ. കോടാനുകോടി ജനങ്ങൾ വന്ന് ഫോട്ടോ എടുത്ത് പോയിട്ടുള്ളൊരു സൈനാണിത്. ഈ കാണുന്ന 2 ബിൽഡിങ്ങുകളും യൂട്യൂബിൻ്റെ ഓഫീസുകളാണ്. യൂട്യൂബിൻ്റെ ഓഫീസിനകത്ത് കയറാൻ നമുക്ക് അനുവാദമില്ല. സ്റ്റാഫിന് മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ യൂട്യൂബ് യൂസേഴ്സ് ഉള്ളത് ഇന്ത്യയാണ്. 2ാം സ്ഥാനം അമേരിക്കയ്ക്കും 3ാം സ്ഥാനം ബ്രസീലിനും 4ാം സ്ഥാനം ഇന്തോനേഷ്യയുമാണ്. വേൾഡ് പോപ്പുലേഷൻ്റെ 4/1 കൂടുതൽ ആളുകൾ എല്ലാ മാസവും യൂട്യൂബ് ഉപയോഗിക്കുന്നു. നമ്മളീ കാണുന്നതും യൂട്യൂബിൻ്റെ ഓഫീസിൻ്റെ ഒരു ഭാഗമാണ്. യൂട്യൂബ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് കണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ പഠിക്കാനും അത് സ്വന്തമായി ചെയ്യാനും സാധിക്കുന്നു. അത്രമാത്രം ഉപയോഗപ്രദമാണ് യൂട്യൂബിലെ വീഡിയോകൾ. 2005 ഏപ്രിലാണ് യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോയുടെ പേര് മീ അറ്റ് ദി സൂ. നമ്മളിനി ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ പോവുകയാണ്. മെൻലോ പാർക്കിലാണ് ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മളങ്ങനെ ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലെത്തിയേക്കുവാണ്. എത്ര മനോഹരമായൊരു ബിൽഡിങ്ങാന്ന് നോക്കിയല്ലേ. ഈ സ്ഥലത്തിൻ്റെ പേര് മെൻലോ പാർക്ക് എന്നാണ്. ഇത് ഏക്കർ കണക്കിന് വിസ്താരമുള്ള വളരെ വലിയൊരു ക്യാമ്പസാണ്. സ്റ്റാഫിന് ഇവിടേക്ക് ജോലിക്ക് വരാനും പോകാനും റെഗുലർ ഷട്ടിൽ സർവീസുണ്ട്. സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് അവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ ധാരാളം പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റി ഇപ്പോൾ മെറ്റ എന്നാണ് ഫേസ്ബുക്ക് അറിയപ്പെടുന്നത്. ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്ന വലിയൊരു സ്ഥാപനമാണ് ഫേസ്ബുക്ക്. ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ ഫേസ്ബുക്ക് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം എന്ന തീരുമാനമെടുത്തിരുന്നു. വലിയ വിഭാഗം എംപ്ലോയീസും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്തത്. ആളുകളുടെ കഴിവുകളും കലകളും പുറത്തു കൊണ്ടുവരുന്നതിനും ബിസിനസ്സുകൾ വളർത്തുന്നതിനും ഫേസ്ബുക്ക് വളരെയേറെ സഹായിക്കുന്നു.
ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റി ഇപ്പോൾ മെറ്റ എന്നാണ് ഫേസ്ബുക്ക് അറിയപ്പെടുന്നത്. ഇത്രയും നേരം എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.